ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഒരുപാട് മനുഷ്യന്മാർ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മത്സരിക്കുകയാണ്. പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മത്സരിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി ഒരുപാട് സമയം നമ്മൾ ത്യജിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഒരുപാട് മനുഷ്യന്മാരെ വിജയിപ്പിക്കാൻ വേണ്ടി മറ്റൊരുപാട് മനുഷ്യർ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും പേറി നടക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഓരോ വ്യക്തിയെയും ആദരിക്കണം, ബഹുമാനിക്കണം. അവരേത് പാർട്ടിയാണ് എന്നുള്ളത് നോക്കിയിട്ടല്ല ആദരവും ബഹുമാനം, മനുഷ്യൻ എന്ന നിലയിലുള്ള ആദരവ് കൊടുക്കണം. പാർട്ടിയോ പദവിയോ അല്ല ഒരു മനുഷ്യനെ നിർണ്ണയിക്കേണ്ടത്. പാർട്ടിയും പദവികളും മാറി വരും. ഇന്ന് MLA ആയാൽ നാളെ MLA അല്ലാതാവും. ഇതിലാരെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടും, ചിലർ തിരഞ്ഞെടുക്കപ്പെടില്ല. ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വരും, ഒരു പാർട്ടി പ്രതിപക്ഷത്തിലേക്ക് മാറും. അതൊക്കെ സ്വാഭാവികമാണ്. ഈ പാർട്ടി വ്യക്തികളുടെ ഐഡൻറ്റിറ്റി ആവരുത്. വ്യക്തി വേറെ, പാർട്ടി വേറെ. ഏത് നിമിഷവും ഏതൊരു വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും പാർട്ടി മാറാം, മതം മാറാം, അവരുടെ കാര്യങ്ങൾ മാറാം. അതൊക്കെ ഒരു മനുഷ്യൻ അവൻ വെക്കുന്ന ക്രൈറ്റീരിയകൾക്കും അവൻ്റെ ചിന്താധാരകൾക്കും അവന് കിട്ടുന്ന ഡിസ്കംഫോർട്ടിനും കംഫോർട്ടിനും അനുസരിച്ചാണ്. ഒരു പാർട്ടിയിൽ ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുമ്പം, താൻ ഉദ്ദേശിച്ച അധികാരം കിട്ടാതെ വരുമ്പം ഏത് നിമിഷവും ആരും പാർട്ടി മാറാം. അതുകൊണ്ട് ഒരു പാർട്ടിയുടെയും ഐഡൻറ്റിറ്റിയായി ഒരു മനുഷ്യനും മാറാൻ പാടില്ല. നിങ്ങൾ സിന്ദാബാദ് വിളിക്കുന്നത് നിങ്ങൾ ആദർശത്തിന് വേണ്ടിയാവുമ്പം അത് വ്യക്തിക്ക് വേണ്ടിയാവരുത്. വ്യക്തി ആരാധന പാടില്ല, വ്യക്തിയോട് ഫാനാവാൻ പാടില്ല. ഓരോ മനുഷ്യനും അവനവൻ്റെ ഫാനാണ് വേണ്ടത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പം ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ പാടില്ല. അപ്പം അവന് രാഷ്ട്രീയം ഇല്ലാതാവും. കാരണം രാഷ്ട്രീയം എന്തിനു വേണ്ടിയാണ്? അത് രാഷ്ട്രത്തിന് വേണ്ടിയും രാഷ്ട്രത്തിലെ പൗരന്മാർക്കും വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയാണ്. അതിന് ചിലരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അല്ലാതെ നാം അങ്ങോട്ട് സിന്ദാബാദ് വിളിക്കേണ്ടവരല്ല അവരാരും. കുറച്ച് ദിവസമായിട്ട് ഞാൻ വാർത്തകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതിലേറെ പ്രധാനപ്പെട്ട ചില ടാസ്കുകൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. ആ ടാസ്കുകൾ മാറ്റിവെച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കേണ്ടവരല്ല നമ്മൾ. എപ്പോഴും നമ്മൾ തിരിച്ചറിയുക, ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൗരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജീവനുള്ള നമ്മൾ ഓരോരുത്തരുമാണ്. ഈ നിമിഷത്തിൽ നമ്മൾ ജീവിച്ചാണ് കാണിക്കേണ്ടത്. ജീവിച്ചാണ് നമ്മൾ ഈ നിമിഷത്തെ ധന്യമാക്കേണ്ടത്. അത് മനുഷ്യൻ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാവണം.